സാമ്പാർ ഉണ്ടാക്കുന്ന ചൈന് ആ കൊച്ചെന്നെ ഉണ്ടാക്കേണ്ടി വരും. മോളെ, ഇച്ചിരി അമ്മയ്ക്ക് സാമ്പാർ ഉണ്ടാക്കി തരുമോ? നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറുവാ. ആ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. അമ്മയ്ക്ക് എന്തായിട്ട് സാമ്പാർ ഇഷ്ടപ്പെടും. ഇഡലി സാമ്പാറോ ഫേവറേറ്റ് ഫുഡ് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. കറക്റ്റ് സാമ്പാർ ഇനി അമ്മ എടുത്ത് കഴിക്കട്ടെ. ആദ്യമായിട്ടാ കൊച്ചു നല്ല സാമ്പാർ ഉണ്ടാക്കണേ. ഇനി രുചിച്ച് നോക്കണം. കുറച്ച് മിക്സ് ഇട്ടെന്ന് ഒഴിച്ച് നോക്കട്ടെ. എന്ത് കഷ്ടം, മുളക് പൊടിയാണ് കൂട്ടിയിട്ടേക്കുവാ. സാമ്പാർ പൊടി എനിക്ക് ഒത്തിരി പാക്കറ്റ് മൊത്തത്തിലാ കൊച്ചെടുത്തി വെച്ചേക്കോ. ഈ കൊച്ചിനുണ്ട് ഒരു ഉപകാരമില്ല. കൊച്ചേ, ഈ സാമ്പാറിനാണെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടുതലാണോ? എന്നിട്ട് കുറച്ചേ ഇപ്പൊ കുറയ്ക്കാം അമ്മേ. അമ്മയ്ക്ക് എന്ത് പറ്റി കാണും. ഞാൻ ഒന്ന് ടേസ്റ്റ് പണിപ്പാളി. എന്തായിട്ട് അമ്മ എന്നോട് തന്നെ ദേഷ്യപ്പെടും. എന്തായിട്ട് എനിക്ക് അമ്മേനോട് ഒരു പണി കൊടുക്കേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പണി ഇത് സൂപ്പറാ. അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും കൊടുക്കാം. ഇനി അമ്മ എന്തോ ആണോ എന്തോ എന്നെ കുറിച്ച് പറഞ്ഞേക്കണേ. ഇതൊക്കെ ആരൊക്കെ വന്നേക്കണേ? ഒന്ന് വിളിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നോ? പറഞ്ഞു പോലെ ഇല്ല. സാമ്പാറും ഇഡ്ഡലി നല്ല സാമ്പാറില്ല. നീ വന്നോ? വിളമ്പി തരാം എല്ലാവർക്കും. ഇനി കഴിച്ചു നോക്കി ടേസ്റ്റ് പറ. ആ കൊച്ച ഉണ്ടാക്കിയത്. പറയാം ചേച്ചി, ആ കൊച്ചല്ലേ ഉണ്ടാക്കിയ ഫുഡ്. ചേച്ചി എന്തുവായി കൊച്ച്? സാമ്പാറാണെങ്കിൽ മുളക് പൊടി കൂടില്ല. സാമ്പാർ പൊടി എനിക്ക് ഒത്തിരി പാക്കറ്റ് മൊത്തം ഇട്ടോലല്ലോ. കൊച്ചിനുണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് എനിക്ക് തോന്നേ. ചേച്ചിക്ക് കൊച്ചിനെ ഇങ്ങനെ സഹിക്കണേ. ചേച്ചി സമ്മതിക്കണം. വെറുതെ അല്ല എല്ലാരും കണ്ടപ്പോ അവിടെ നിന്ന് കളഞ്ഞത്. തുടങ്ങി എല്ലാരും എന്നെ കുറിച്ച് കുറ്റം പറയാം. ഇവർക്കൊന്നും വേറെ പണിയില്ലേ, എന്റെ കാര്യം മാത്രമുള്ള എപ്പോഴും പറയാം. ചേച്ചി, ആ പെണ്ണ് തുടങ്ങി അത് കൊച്ചിനെ കൊണ്ട് എപ്പോഴും കുറ്റം പറയുന്നും പറഞ്ഞേ. ചേച്ചി എങ്ങനെയൊക്കെയാ വളർത്തണേ കൊച്ചിനെ. ശരിയെന്നാ, ഞങ്ങൾ പോട്ടെ.